ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. രേവതിനെ സച്ചിനെ റൂമിൽ വിളിച്ചിട്ട്, നിങ്ങൾ ഇന്ന് ഇവിടെ കിടന്നാൽ മതി മക്കളെ, നിങ്ങളാണ് ഇവിടെ കിടക്കാൻ യോഗ്യര്, ഇവര് ഇന്ന് പുറത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു പായും തലകണയൊക്കെ ശ്രുതിയുടെ ഏൽപ്പിച്ചിട്ട് അവരെ പുറം തള്ളി പുറത്തേക്ക് വിട്ടു. അവര് എവിടെയെങ്കിലും പോയി കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട്. അത് രണ്ടുപേരും ഒരിടത്ത് കിടക്കാനും പാടില്ല. ഈ സമയത്താണെങ്കിൽ സച്ചിക്ക് രവതിക്ക് സന്തോഷമായിട്ടോ. അവർക്ക് കാത്തിരുന്ന് കിട്ടിയ ഒരു ദിവസമാണല്ലോ ആ റൂം എന്ന് പറയുന്നത്, അവർക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു റൊമാൻസും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി എന്ത് ചെയ്തു, രവതിനെ ഇങ്ങനെ രവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കണ്ടിട്ട് ചന്ദ്രയ്ക്ക് തന്നെ നാണായിപ്പോയി. ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ, നിങ്ങൾ കിടക്ക് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ചന്ദ്രയുടെ ഈ മാറ്റം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര മാറ്റമാണ്. എപ്പോഴാ തിരിയുന്നതെന്ന് അറിയത്തില്ല. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുധീനെ കാണിക്കുകയാണെ. സുധിക്കാണ് ഉറക്കവും വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കമുന്നും ഒക്കെ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് എന്റെ ദൈവം, ഇത് എന്തൊരു ഇത് കൊതുക് കടിച്ചിട്ട് കിടക്കാനും പറ്റുന്നില്ല. പാവം ശ്രുതി അവൾ എന്നാടുക്കുമായിരിക്കും. നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ദേഷ്യമായിരിക്കും എന്നോട്. ചെല്ലണോ അങ്ങോട്ടേക്ക്? ചെന്നാൽ പ്രശ്നമാവോ? ഏയ്, പ്രശ്നമാവത്തില്ല. എടി ശ്രുതി കള്ളി, നിന്നെ മയക്കാനുള്ള സൂത്രപ്പണി എൻ്റെ കയ്യിലുണ്ടടി എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ പതിയെ എണീറ്റ് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു അവിടെ നമ്മുടെ ചന്ദ്രനെ കണ്ടതും, അയ്യോ അമ്മേ, എന്നെ അനുഗ്രഹിക്കണമെന്ന്. അനുഗ്രഹിക്കണമെന്നോ? ഞാൻ അനുഗ്രഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ, എന്നെ അനുഗ്രഹിച്ചൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അമ്മ പോയിക്കോ. ഞാൻ പോയിക്കോളാം, പക്ഷെ ഇപ്പൊ പോകുന്നില്ല. മോൻ അങ്ങ് എണീറ്റ മോനെ എന്ന് പറഞ്ഞ് എണീപ്പിച്ചിട്ട്, അതെ നിന്നെ ഞാനിന്നുണ്ടല്ലോടാന്ന് പറഞ്ഞുകൊണ്ട് തലങ്ങനും വേലങ്ങനും ഇട്ട് അടി ഒച്ച കേട്ടിട്ട് നമ്മുടെ ശ്രുതി എണീക്കാണ് കേട്ടോ. ശ്രുതി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. ശ്രുതി നല്ല ഉറക്കത്തിലായിരുന്നു. ശ്രുതിക്ക് പിന്നെ എവിടെ കിടന്നാലും ഉറക്കം വരുമല്ലോ. എന്നാൽ ഈ സമയത്ത് അന്തര പറഞ്ഞു, നീ ഇങ്ങോട്ട് വരുന്ന എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഉറക്കം ഉളച്ച് ഞാൻ കാവല് നിന്നത്. നീ പറഞ്ഞ അനുസരിക്കില്ലല്ലേ, ഇവളുടെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും ഇറങ്ങി വന്നു കേട്ടോ. ശ്രീകാന്ത് വർഷ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇറങ്ങി വരികയാണ്. അത്രമാത്രം ശബ്ദത്തിലാണ് നമ്മുടെ ചന്ദ്ര സുധീനെ ഷൗട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും സച്ചി രേവതിയൊക്കെ ഇറങ്ങി വന്നു. അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ എന്റെ പൊന്നി ചന്ദ്ര ഇവിടെ കാണിക്കുന്നത്, നീ എന്തിനാ ഇവനെ ഇട്ടി തല്ലുന്നത്? അപ്പൊ രേവതി ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം, എന്താ ഉണ്ടായത്? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, എങ്ങനെയാ ഞാനിതൊക്കെ പറയുന്നത്, ഇവൻ എന്താ ഇവിടെ ഇങ്ങനെ മിഴിച്ച് നിൽക്കുന്നതെന്നാ ചോദിച്ചത്. എന്താടാ സുധി, നീ എങ്കിലും ഒന്ന് പറ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഞാനിതൊക്കെ എങ്ങനെയാ പറയുന്നത്, പിന്നെ ഇതൊന്നും പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അതെ പുറത്തു പറയാനൊക്കെ പറ്റും അമ്മ, വെറുതെ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത്, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പറ. സുധിയാണെങ്കിൽ ഇങ്ങനെ, അമ്മയെ പറയല്ലേ പ്ലീസ്, അമ്മയെ പറയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ആരും ഇത് അറിയണ്ട. ഓഹോ, ഇത്രയും നേരം നീ ഇടിച്ചില്ലേ, അതെന്താ കാര്യം ഞങ്ങൾക്ക് അറിയണ്ടേ? അതിപ്പം രവിയേട്ട അറിയണ്ട, അത്ര തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആണെങ്കിൽ, എനിക്ക് മനസ്സിലായി. അല്ല രേവതി, നിനക്ക് മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് രേവതിയുടെ ചെവി ചെന്നിട്ട് സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അശ്ശേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വായും മൂക്കും ഒക്കെ പൊത്തുകയാണ്. അപ്പോഴത്തേക്ക് സുധി അവിടുന്ന് പതുക്കെ അങ്ങ് മുങ്ങിട്ടോ. അപ്പൊ രവീന്ദ്രനാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. സുധി പോയി. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. എന്താ സച്ചി പറ. അത് പിന്നെ എങ്ങനെയാ അച്ഛനോട് ഇതൊക്കെ പറയുന്നത്? അപ്പൊ ശ്രീകാന്ത്, എന്താ സച്ചേട്ടാ? വർഷം ചോദിച്ചു, എന്താ രേവതി ചേച്ചി എന്താ? അപ്പോഴത്തേക്കും കൈയും കൊണ്ട് നമ്മുടെ രേവതി അതും ഇതുമൊക്കെ ആങ്ങിയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞ നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്ക് നാണം വന്നു. ശ്രീകാന്തിന് മനസ്സിലായില്ല ആദ്യം. ശ്രീകാന്ത് ചോദിച്ചു, എന്താ വർഷേ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിന്റെ ചെവിയിലായിട്ട് വർഷയും പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിരി നമ്മുടെ ശ്രീകാന്ത്. പക്ഷെ രവീന്ദ്രൻ ഇതൊന്നും മനസ്സിലാവുന്നില്ല. രവീന്ദ്രനാണെങ്കിൽ, എന്താ മക്കളെ നിങ്ങളൊക്കെ ചിരിക്കുന്നത്, ഇവിടെ എന്താ നടന്നത്? ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും ഉറക്കമില്ലേ? പോയി കിടന്ന് ഉറങ്ങു പിള്ളാരെ. എല്ലാരും കൂടെ ചുറ്റിക്കറങ്ങി നിൽക്കുക. എന്റെ പൊന്നു രവിയേട്ടാ, പോയി കിടക്കൊന്നുമില്ല. രേവതി സച്ചി പൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഓടിച്ചു വിടുകയാണ് കേട്ടോ. എല്ലാവരെയും അങ്ങനെ ഓടിച്ചു വിട്ടു. അവിടെ നമ്മുടെ ശ്രുതി ഇങ്ങനെ കുത്തിയിരിക്കുക. അതായത് ശ്രുതിനെ നോക്കിയിട്ട് ചന്ദ്ര, നീ ഒറ്റ ഒരുത്തി കാരണമാടി ഇപ്പൊ എന്റെ മോൻ നാണം കിടന്നത്. ഉറങ്ങടി കിടന്ന്, അവൾ ഇരിക്കുന്നത് കണ്ടില്ലേ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കോ, കണ്ണി ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ.
അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പാവം നമ്മുടെ ശ്രുതി ആശിച്ച് മോഹിച്ച് ഭാര്യയുടെ അടുത്തുനിന്ന് കിടക്കാന്ന് ഓർത്ത് വന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കാനും പറ്റിയില്ല. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ. വെളിയിൽ ശ്രുതി നിൽക്കുന്നു. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും വാതിൽ തുറന്നു കിടക്കുക. വാതിൽ തുറന്നു കൊടുക്കുമല്ലേ. അപ്പൊ ചന്ദ്രയാണെങ്കിൽ ഇതെന്ത് പറ്റി, വാതിൽ തുറന്നു കിടക്കുന്നു, ഒരു ശ്രദ്ധയില്ല ആൾക്കാർക്ക്. വാതിൽ കുറ്റിയിട്ടില്ലല്ലോ, എന്റെ ദൈവമേ ഇത് എന്തുവാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ചന്ദ്രൻ ആ വാതിലങ്ങ് കുറ്റിയിട്ടു. ശ്രുതിയാണെങ്കിൽ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും കൂടെ മനുഷ്യനെ കളിയാക്കി കൊല്ലുക. ആ രേവതി സച്ചിയൊക്കെ ആണെങ്കിൽ എന്റെ ദൈവമേ ചിരിക്കുന്ന കണ്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇങ്ങനെ പോയിട്ടുണ്ട് മിക്കവാറും ശ്രുതി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യുക, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്റെ പാവ ശ്രുതിനെ കൊണ്ട് വീട്ടുജോലി എല്ലാം ചെയ്യിപ്പിക്കുക. രേവതി ആണെങ്കിലോ മഹാറാണിയെ പോലെയാ കഴിയുന്നത്. വീട്ടുജോലി ഒന്നും ചെയ്യണ്ട, പരമസുഖം. അവക്ക് എങ്ങനെ ഇത്ര ഭാഗ്യം കിട്ടിയെന്ന് എനിക്കറിയത്തില്ലാത്തത്. എന്റെ ദൈവമേ ഇതെന്തൊരു പരീക്ഷണം, ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. എന്റെ ശ്രുതി കൈവിട്ട് പോകില്ലെങ്കിൽ പാവം അവളെ എനിക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്നതാ. ഏതായാലും വേണ്ട, രേവതിനെ അങ്ങനെ സുഖിക്കാൻ ഞാൻ വിടത്തില്ല. രേവതി നിന്റെ നടു ഓട്ടിക്കുന്ന ഒരു ജോലി നിനക്ക് ഞാൻ തരുന്നുണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തോ നമ്മുടെ രേവതിക്ക് സച്ചിക്കിട്ടും പാര പണിയാൻ വേണ്ടിയാണ് കേട്ടോ. ഏതായാലും ഈ സമയം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രുതി ആ പാതിരാത്രി അവിടെന്നോ ഇവിടെന്നോ എവിടെന്നോക്കെയോ കുറെ ചപ്പെല്ലാം കൂടെ പിറക്കിക്കൊണ്ട് വന്നിട്ട് ആ മുറ്റത്ത് മുഴുവനും ഇടുകയാണ് കേട്ടോ. എടീ തറവാട്ടമ്മയായിട്ട് നീ പൂകെട്ടുകാരിയായിട്ട് ഇരിക്കുന്ന ഞാൻ കാണിച്ചു തരാടി, നാളെ നിന്റെ നാട്ടു ഒടിയുടി എന്നും പറഞ്ഞുകൊണ്ട് ചപ്പെല്ലാം പിറക്കി അതിലേക്ക് കൂടി ഇടുക. അതുകൊണ്ട് തന്നെ പിന്നെ കോലം വരയ്ക്കാന് ശ്രുതിക്ക് അറിയാത്തത് കൊണ്ട് ആ പണി രേവതി തന്നെ ചെയ്യും. അപ്പം മിറ്റമടിക്കുന്നത് രേവതി തന്നെ ആയിരിക്കും. നാളെ രേവതി വരുമ്പോ ഇവിടെയോ രംഗം വെട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനി പോയി കിടക്കാം. ഇപ്പോഴും ആശ്വാസമായെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറാൻ ചെന്നപ്പോഴത്തേക്ക് എന്തു പറ്റി, നമ്മുടെ ചന്ദ്ര വാതിൽ ലോക്ക് ചെയ്തിട്ട് പോയില്ലേ. ചെന്നപ്പോഴത്തേക്ക് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. എന്റെ ഈശ്വരി ഇതെന്താ വാതിൽ തുറക്കാൻ പറ്റാത്തത്, ആരാ അകത്തുനിന്ന് പൂട്ടിയത്? ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ വെളിയിൽ കിടക്കേണ്ട വരുമോ? എന്റെ ദൈവമേ, ഞാൻ പുറത്തേക്ക് വന്നത് ആരും കണ്ടില്ലെന്നാ തോന്നുന്നത്. ഏതെങ്കിലും കഥകിൽ തട്ടിയാല് ശ്രുതി വന്ന് തുറക്കുമായിരിക്കും. ഏതെങ്കിലും കഥകിൽ തട്ടാന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ കഥകിൽ തട്ടി, ശ്രുതി വാതിൽ തുറക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് ചന്ദ്രന് ഓർമ്മ വന്നത്, അമ്മ എങ്ങാനും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ പിന്നെ അത് മതി, മനുഷ്യന്റെ സ്വൈര്യം നഷ്ടപ്പെടും. വേണ്ട വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിലേക്കൂടെ പാവം നമ്മുടെ ശ്രുതി തേരാപ്പാര നടപ്പുണ്ട് കേട്ടോ. അതിന് ഇടയിൽ കൊതുകോ മിന്തോ പാറ്റയോ വല്യോ ഒക്കെ കടിക്കുന്നുണ്ട്. അങ്ങനെ ചൊറിഞ്ഞും നടന്നും ഒക്കെ ആയിട്ട് നേരം വെളുപ്പിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അങ്ങനെ കൊതുകിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, എടാ നിനക്ക് ആരാടാ കൊട്ടേഷൻ തന്നത് എന്നെ കടിക്കാനായിട്ട്, ഇതുപോലെ എന്നെ എന്തിനാ കടിക്കുന്നത്? വല്ല ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു, എടുത്ത് പൊതിക്കായിരുന്നതല്ല, സോറി പൊതയ്ക്കായിരുന്നു. അവിടുത്തെ അഴയെ കാണുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഴയിലൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റ് കിട്ടാൻ വേണ്ടി. എവിടെന്നാ അവിടെ ഒരു ബെഡ്ഷീറ്റും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ദേ ആ അഴയില് ഒരു നൈറ്റ് കിടക്കുന്നു. അപ്പം ഇന്നർ ബനിയൻ മാത്രമാണ് നമ്മുടെ ശ്രുതി ഇട്ടിരിക്കുന്നത്. നൈറ്റി കിടക്കുന്നത് കണ്ടതും ഇതാരുടെ നൈറ്റിയാ, ഇങ്ങനെ ഒരു നൈറ്റി ഇവിടെ ആരും ഇട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ പുതിയത് മേടിച്ചിട്ട് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും. നൈറ്റി ഇവിടെ ആരിടാനാ? എന്തെങ്കിലും ആട്ടെ, നൈറ്റി കൊതുകിൽ നിന്ന് രക്ഷപ്പെടാലോ, ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രുതി ആ നൈറ്റി എടുത്തിടുകയാണ്. നൈറ്റി എടുത്തിട്ടിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ, കൊതുക് കുത്തുവല്ലോ. നൈറ്റി മാത്രമല്ല, തലയിലൊരു തോർത്തും കൂടെ കെട്ടുന്നുണ്ട്. ചെവിയിലോ അവിടെ എവിടെയൊക്കെ വണ്ട് കയറി പോവോ പാറ്റ നക്കുകയോ കൊതുകടിക്കുകയൊക്കെ ചെയ്താലോ. ഏതായാലും അങ്ങനെ പോയി നമ്മുടെ ശ്രുതി കിടക്കാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. കിടന്ന് ഉറങ്ങല്ല, രേവതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി വരികയാണ് കേട്ടോ. അവർക്ക് റൂം കിട്ടിയിട്ട് കുറെ നാളായല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ചെറിയൊരു സന്തോഷം രണ്ടുപേർക്കും ഉണ്ട്. രേവതി കിടക്കുന്നിടത്തേക്ക് പതിയെ നമ്മുടെ സച്ചി കയറി വന്നിട്ട് രേവതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി തിരിഞ്ഞിട്ട് ഉറങ്ങണ്ടേ? അതെ, ഇന്ന് ഉറക്കം വരത്തില്ല. അതെന്താ ഉറക്കം വരാത്തത്? എന്നും ടെറസിലും മുകളിലൊക്കെ അല്ലേ കിടക്കുന്നത്, ഇന്ന് മുറിയില് പട്ടുമത്തെ കിടക്കുന്നോണ്ടായിരിക്കൂലേ ഉറക്കം വരാത്തത്? അത് പിന്നെ അങ്ങനെ ചോദിച്ചാ രേവതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, എന്തിനാ സച്ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത്? അത് പിന്നെ മൊത്തം അഴുക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ. അപ്പോഴത്തേക്കും അവിടെ ഉമ്മറത്ത് ഒരാൾ കിടക്കുന്നു നൈറ്റി ഒക്കെ ഇട്ട്. ഇതാരപ്പ, പേടിച്ചു പോയി. ആരോ ഒരാൾ ഉമ്മറത്ത് കിടക്കുകയാണ് നൈറ്റി ഇട്ട്, ഏതോ ഒരു സ്ത്രീ. കണ്ടപ്പോ പേടിയായി നമ്മുടെ ചന്ദ്രയ്ക്ക്.
നമ്മുടെ സുധിയും രേവതിയും ഒക്കെ ഞെട്ടി കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.